അയ്യോ ഇങ്ങനെ ആക്കണം എന്നാ രസം. അയ്യോ ഇങ്ങനെ ആക്കണം. മനുഷ്യനാവണം ആദ്യം. നമ്മുടെ കുര്യാക്കോസത്തിന് എങ്ങനെ അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളുണ്ട്. കരയണ കണ്ടാൽ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാൽ കൂടെ ചിരിക്കും. സാറിന്റെയും കമ്പനിക്കാരുടെയും പരിപാടി ഞങ്ങൾക്ക് തരാമെന്ന് ഈ സൈമനച്ചായൻ ഏറ്റിരുന്നതാ ജൂബിലിക്ക്. ഇപ്പൊ എന്നാ പറ്റി? പുള്ളിക്കാരൻ പാലം അങ്ങ് വലിച്ചു. എന്നാ ചെയ്യുന്നു? സത്യം എന്നാന്ന് വെച്ചാ സംഗതി അവിടെ ഉള്ളവരുടെ ഇടയിലെ പൊളിറ്റിക്സാ. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡാക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്ഷാണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടിയും പടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തല്ല നിനക്ക് തെറ്റിയടേ. എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും അതും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കുന്നുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. അപ്പൊ ഇക്കണ്ട കാലം കേരളത്തില് സത്യക്രിസ്ത്യാനികൾ മലയാളത്തിൽ വേദോസ്തം വായിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ വേസ്റ്റ് ആയില്ലേ? നമുക്ക് നമ്മുടെ ആളുകൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വലിയ ചതിയായി പോയിട്ടാ. എനിക്ക് ഈ ഡൗട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ സൺഡേ ക്ലാസ്സിൽ അച്ഛനോട് ചോദിച്ചതാ, അച്ഛാ യേശുക്രിസ്തു എന്നൊരു പേര് ജീസസ് ക്രൈസ്റ്റിനുള്ള കാര്യം ആൾക്കറിയും. ഒരു ഒന്നാം തരം ഒറ്റ നേരെ മുമ്പിൽ നിൽക്കുക, ട്രെഞ്ചിനപ്പുറത്ത് തീ കൊടുത്തിട്ടുണ്ട്. അപ്പനൊരു തീക്കൊള്ളി എടുത്തേച്ചും പറയുവാ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ എന്ന്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരൊറ്റ നിപ്പ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പുകണ്ണ ചടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിക്കുള്ള ആമ്പിളർ തല്ലേ ഇതിനാ ഉപ്പൂരിക്കണങ്ങനടിയോ? നീ തച്ചോളിയോ എന്തോ പല കഴിവുള്ള. എടാ മുന്നത്തെ മന്ത്രി ചന്ദ്രബാനു കാട്ടിൽ വേട്ടക്ക് പോയിട്ടുണ്ടാ? നീ? ഞാൻ പോയിട്ടുണ്ട്. സുള്ളിയക്ക് ആദൂർക്ക് 6 പേര് വേട്ടക്ക് പോകുമ്പോ 1 ലക്ഷത്തിന്റെ ബയ്യെ പോണം. ഒരു കണ്ണിന് ഉന്നം മാറിയ മൃഗത്തിന്റെ ബൈക്ക് പോകും. അതിന് പറ്റിയൊരേ കാട്ടിൽ കയറുമ്പോ ഞാൻ കൂടെ കൂട്ടി. അച്ഛനും നീ കാസാലിൽ ഇങ്ങനെ ഇരിക്കും. എല്ലാത്തിനും മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ്റെ ഒരു മണുണ്ട്. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്കും കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുറഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കുന്ന പാവപ്പെട്ട വണ്ടിക്കാരുടെയും മേത്ത് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങൾ വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. ഒരു മാണിക്യത്തിനല്ല 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. നിന്റെയൊക്കെ പുരയിലുണ്ടാ കാണാൻ പറക്കത്തുള്ള പെണ്ണുങ്ങള്. അമ്മദാജിന്റെ കണ്ണുപെട്ട വേണം തോന്നിയ എന്തും ചെയ്യും. ഞാൻ കൊല്ലണം തോന്നിയാ കൊല്ലും. ചോദിക്കാൻ വരുന്നവന്റെ നെഞ്ചിന്റെ കാലിന്റെ അടി കിടന്ന് പൊട്ടും. ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നേ ഇപ്പൊ പൂത്തുമ്പിക്കും കിന്നാരത്തുമ്പിക്കും പാറ്റയ്ക്കും പറവൊക്കെ ഒക്കെ ഡിമാൻഡ്. ജനത്തിന് ഇപ്പൊ അതൊക്കെ അറിയുന്നു.